പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. വടക്കൻ നൈജീരിയയിലെ കോഗി സംസ്ഥാനത്തിലെ ഒസാറയിലെ കൺഫ്ലുവൻസ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് സംഭവം. മെയ് 13-ന് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന 24 വിദ്യാർത്ഥികളെയാണ് അജ്ഞാതരായ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ 15 പേരെ സുരക്ഷാസേനയും സംഘവും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന് ശേഷം വിട്ടയച്ചെങ്കിലും ബാക്കി 9 കുട്ടികളെക്കുറിച്ച് ഇതുവരെയും വിവരമൊന്നുമില്ല. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോകുന്നത് പതിവായ നൈജീരിയയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 1700ഓളം വിദ്യാർത്ഥികളെയാണ് വിവിധ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ സ്കൂൾ ജീവനക്കാരും സായുധ സംഘങ്ങളുടെ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് വിധേയരായിട്ടുണ്ട്. സ്കൂളുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്കൂളുകൾക്ക് നേരെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ തടയാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് ബൊക്കോ ഹറാം തട്ടിക്കൊണ്ടുപോകപ്പെട്ട 276 കുട്ടികളിൽ 90ഓളം പേർ ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പ്രദേശത്തെ സ്കൂളിൽ നിന്ന് 200-ലധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നിരുന്നു.